ഒരു പ്രകൃതി നിയമം പറയാം. ആ നിയമത്തിന് മനുഷ്യ ജീവിതത്തോടും സാമ്യത ഉണ്ട്. അതായത് റോക്കറ്റ് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഗുരുത്വാകർഷണം റോക്കറ്റിനെ താഴോട്ട് വലിക്കും, അല്ലേ? അതൊരു പ്രകൃതി നിയമമാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഉദാഹരണവും ഇതുപോലെയാണ്. മനുഷ്യൻ എപ്പോഴെല്ലാം ഉയർന്നു പോകാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ മനുഷ്യനിൽ അടിഞ്ഞ് കൂടിക്കിടക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, അതല്ലെങ്കിൽ എതിരാളികൾ, മനുഷ്യനെന്ത് ചെയ്യും? താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ താഴോട്ട് വലിക്കുന്ന ശക്തികളെ അതിജീവിച്ച് മുകളിലേക്ക് പോകുന്നവരുടെ ജീവിതം, ആ ജീവിതമാണ് വിജയകരമായി വരുന്നത്. ഏതൊരു മനുഷ്യനും തൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ട് ഉയരേണ്ടതുണ്ട്. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ വലിയ ഊർജം മനുഷ്യന് ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം പറയാം. ഖുർആനിൽ പല സ്ഥലത്തും സുമ്മും ബുക്കുമുൻ ഉമ്യുൻ എന്ന് കാണാം. അതായത് ആ ജനങ്ങൾ ബധിരരാണ്, മൂകരാണ്, അന്ധരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ പരാമർശിക്കപ്പെടുന്ന ആ ജനങ്ങളെ നോക്കുമ്പോൾ അവർ ബധിരരുമല്ല, മൂകരുമല്ല, അന്ധരുമല്ല. സംസാരിക്കാൻ അവർക്ക് കഴിവുണ്ട്, അതുപോലെ കാണാൻ അവർക്ക് കഴിവുണ്ട്, കേൾക്കാനും കഴിവുണ്ട്. പക്ഷെ ഇവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് മൂകരാണ്, അന്ധരാണ്, ബധിരരാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പ്രബോധനം കേൾക്കുമ്പോൾ ആ കേട്ടതനുസരിച്ച് യാതൊന്നും പ്രവർത്തിക്കാത്തവരായിരുന്നു അവർ. അപ്പോൾ പിന്നെ അവരെ ചെവി കേൾക്കാത്തവർ എന്നവരോട് ഉപമിച്ച് പറയാമല്ലോ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി റഹിമഹുല്ല ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, പൂർണ്ണമായും ചെവി കേൾക്കുന്നവരായിട്ടും ബധിരന്മാരോട് ഇവരെ ഉദാഹരിച്ചത്, അതിൻ്റെ കാരണം അള്ളാഹു ജല്ല വഅല അവൻ്റെ സൂക്തങ്ങൾ ഓതി താക്കീത് ചെയ്യപ്പെടുമ്പോൾ അവരത് ശ്രദ്ധിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കുകയില്ല, അംഗീകരിക്കുകയില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാത്തതുപോലെ ആണ് അവരുടെ സ്വഭാവം. കേൾവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? പാഠം ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്നതാണല്ലോ. അതവർക്ക് ഇല്ലാതിരുന്നു. അതിനാൽ അവരെക്കുറിച്ച് ശ്രവണശേഷിയില്ലാത്തവരായി എന്ന് പറയും.